ഹലോ, എന്ത് വെച്ചാണ് നിങ്ങൾ കളഞ്ഞത്? ഇവനെ നപ്പിയിട്ടതാ കുട്ടി. പ്ലാസ്റ്റിക് ആണത്? അല്ല അല്ല, പേപ്പറാണോ? പേപ്പറാണ്. ഉറപ്പല്ലേ? അല്ല, നോയിക്കാന്നല്ല, ഇംഗ്ലീഷ് പേപ്പറാണ്. ഡയപ്പർ അല്ലേ? ഇത് ഇവന്റെയാണ്. നിങ്ങൾ വീട്ടിൽ ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നത്? ഞങ്ങൾക്കത് അത്രയും ദൂരം പോവാൻ പറ്റാത്തോണ്ട്. വീട് എവിടെയാ? കേരള 7 രജിസ്ട്രേഷൻ ആണല്ലോ. അല്ല, ജോലി ചെയ്യേണ്ടിട്ടാണോ? എന്താണ്? അല്ല, ഞാൻ ഒരു മിനിറ്റ്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ കുസാറ്റിനകത്തുള്ള നിങ്ങൾ ഒരു മിനിറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ എന്റെ കാരണമാണ് ഞാൻ കാണിച്ചത്. അവിടെ ചാക്ക് കണക്കിന് ഡയപ്പർ കൊണ്ടിട്ടിട്ടുണ്ട്. അല്ല, നിങ്ങളൊരു യാത്രയിലാണെന്നുണ്ടെങ്കിലും യു ഹാവ് ടു ബി വെരി. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചതോ? അല്ല, അതെനിക്ക് ആവശ്യമില്ല. ഞാൻ തമാശക്ക് പറയുന്നില്ല. ഞാൻ ചുമ്മാ പറയുന്നൊന്നും. ഇത് കണ്ടോ കുസാറ്റ്? ഞാൻ കഴിഞ്ഞ കാണിച്ച വീഡിയോ കാണിച്ചു. നിങ്ങളിത് കണ്ടു കഴിഞ്ഞാല് തൊട്ടപ്പുറം പൈപ്പ് ലൈനിലോട് പോയി നോക്കിയാൽ മതി. എനിക്കറിയാം, ഇവിടെ കെട്ട് കണക്കിന് എത്ര വലിയ കെട്ട് കണക്കിന് നമ്മളൊരു യാത്രയിലാണ്. ഓക്കെ, യു ഹാവ് ടു കേരി ദാറ്റ്. 1-2 മാസമായി കാണും. ഞാൻ ആ കുസാറ്റ് മറ്റേ തോഷിബ ജംഗ്ഷന്റെ ഭാഗത്തോട്ട് പോകുന്ന ആ ഒരു വഴിയുണ്ട്, യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ അടുത്ത് തന്നെ. ഞാൻ വണ്ടി ഒതുക്കിയിരിക്കുമായിരുന്നു. അപ്പൊ ഞാനൊരു വാഹനം പിന്നിൽ വന്ന് നിർത്തി ഡോർ തുറക്കുന്നുണ്ട്. നമുക്ക് ഊഹിക്കാൻ പറ്റും ചില കാര്യങ്ങൾ. കാരണം സ്വതവേ ഇങ്ങനെയുള്ള അധികം എക്സ്പോസ്ഡ് അല്ലാത്ത, അല്ലെങ്കിൽ ഇങ്ങനെ വളരെ കാമായിട്ടുള്ള ഒരു എൻവയൺമെന്റ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് ആൾക്കാർ വാഹനത്തിന്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ജെൻസ് ആണെന്നുണ്ടെങ്കിൽ ഇവരും പാസ് ചെയ്യുന്നതായിരിക്കും, അല്ലാതെ ഫോൺ വിളിക്കാനോ മറ്റെന്തെങ്കിലും ആവശ്യത്തിന്, അതും അല്ലാന്നുണ്ടെങ്കിൽ വേസ്റ്റ് കൊണ്ടിടാനാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ വീഡിയോ ചിത്രീകരിച്ചു. ഇവര് KL 7 രജിസ്ട്രേഷൻ ഇലക്ട്രിക് വണ്ടിയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ പറഞ്ഞ ആള് മണർക്കാട് പാലക്കാട് സൈഡെന്നാണ് പറഞ്ഞത്. അത് ആണെന്നുണ്ടെങ്കിലും അല്ലെന്നുണ്ടെങ്കിലും അതൊരു ജസ്റ്റിഫിക്കേഷൻ അല്ല. അതായത് നിങ്ങൾ നിങ്ങളുടെ കുറ്റത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചതിനെ കൊണ്ട് കാര്യമില്ല. അതായത് ഒരിക്കലും അത് ജസ്റ്റിഫൈ ആവുന്നില്ല. അതായത് അവരുടെ പക്കലുണ്ടായിരുന്ന ഡയപ്പർ വേസ്റ്റ്, അതായത് പട്ടിയുടെ എന്ന് പറഞ്ഞാൽ ടിഷ്യൂ പേപ്പർ ഒന്നും അല്ലത്. സാധാരണഗതിയിലുള്ള ഒരു മീറ്റർ സ്ക്വയർ വലുപ്പമുള്ള ഒരു വലിയ ഡയപ്പർ, ഈ നമ്മൾ വിരിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ഡയപ്പർ. അപ്പോൾ ഞാനത് കളയുമ്പോൾ തന്നെ ഞാൻ വീഡിയോ ചിത്രീകരിക്കുന്നുണ്ട്. നമ്മൾ മലയാളികളെ സ്വയം വിശേഷിപ്പിക്കുന്നത് നമ്പർ 1 ആണ്, സാക്ഷരതയിൽ നമ്പർ 1, പ്രബുദ്ധരാണ്, ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളെ സർട്ടിഫിക്കറ്റുള്ള കാര്യങ്ങൾ, നിങ്ങളെ സർട്ടിഫിക്കറ്റും നിങ്ങളെ നിത്യജീവിതത്തിലെ നിങ്ങളെ പ്രവൃത്തികളും രണ്ടാണ്. അതായത് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഈ പറഞ്ഞ തന്തയില്ലായ്മത്തരം, അല്ലെങ്കിൽ എന്ത് വേണമെന്നുണ്ടെങ്കിലും പറയാം. പലരും കമന്റ് ബോക്സിൽ പറയും അവരത് എടുത്തല്ലോ ബ്രോ, അതായത് നിങ്ങൾ പറഞ്ഞിട്ട് ഈ പറഞ്ഞ വേസ്റ്റ് അവിടെ നിന്ന് അവർ തിരികെ കൊണ്ടുപോയി, എന്നിട്ട് നിങ്ങൾ അതിനെ ഈ വീഡിയോ എക്സ്പോസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത് എന്ന് ആൾക്കാർ പറഞ്ഞു വരും. തല ചെതലരിച്ച ഒരു ജനതയാണ് ഇന്ന് നമ്മളെ സമൂഹത്തിൽ. അതായത് ഇപ്പൊ നിലവിൽ കുറ്റക്കാരൻ ഞാനാണ്. അതായത് ഞാൻ അവരുടെ വീഡിയോ ചിത്രീകരിച്ച് ഞാനിങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തു. ഇപ്പൊ കുറ്റക്കാരൻ ഞാനായി. അവരൊരിക്കലും മണ്ണാർക്കാട് പോകുന്ന ഒരു വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരുടെ തെറ്റ് അവര് തിരിച്ചറിഞ്ഞ് അവരൊരിക്കലും, എനിക്ക് തോന്നുന്നില്ല അവർ മണ്ണാർക്കാട് അവരെ വീട്ടിലെത്തിയിട്ട് മാത്രമേ ഡിസ്പോസ് ചെയ്യൂ എന്ന് എനിക്കൊരിക്കലും തോന്നില്ല. കാരണം ഇപ്പൊ എന്റെ കൺവട്ടത്തുനിന്ന് അവർ മാറിക്കഴിഞ്ഞാൽ മേ ബി ചിലപ്പോൾ അടുത്ത HMT കവലയിൽ അല്ലെങ്കിൽ ആലുവ ഭാഗത്തോട്ടേക്ക് പോകുന്ന സമയത്ത് ആ പുളിഞ്ചോട് ഭാഗത്തൊക്കെ ലെഫ്റ്റ് സൈഡിൽ ഇഷ്ടം പോലെ തുറസായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, അല്ലെ അത്താണിക്ക് പോകുന്ന വഴിക്ക് ആ ഭാഗത്ത് എവിടെയെങ്കിലും ഇവര് കൊണ്ട് കളഞ്ഞിട്ടുണ്ടാവും, നമുക്ക് പറയാൻ പറ്റില്ല. ചുമ്മാ ആ സമയത്ത് ഞാനൊരു പ്രശ്നക്കാരനാകണ്ടല്ലോ എന്ന് കരുതിയിട്ട് മാത്രം എന്റെ മുന്നിൽ നിന്ന് അവർ സാധനം എന്ത് ചെയ്തു, ഈ കാട്ടിൽ വലിച്ചെറിഞ്ഞ സാധനം അവർ തിരിച്ച് പെറുക്കി തിരിച്ച് കാറിൽ കൊണ്ടുവിട്ടു. ഞാൻ കണ്ടിട്ടുണ്ട് ഈ വില കൂടിയ പട്ടികളെ, അല്ലെങ്കിൽ ഈ ഫാൻസി ടൈപ്പ് ബ്രീഡ് ഉണ്ടാവുമല്ലോ, ഷിറ്റ്സു, മറ്റേത് ഗോൾഡൻ റിട്രീവർ, ബീഗിൾ എന്നൊക്കെ പറഞ്ഞ പല ബ്രാൻഡ്, പല ബ്രീഡുള്ള സാധനങ്ങൾ ആൾക്കാർ വാങ്ങിയിട്ട് അവരൊരു ആ സമയത്തുള്ളൊരു ക്രേസ് അല്ലേ, ആ സമയത്ത് ഒരു കാണുമ്പോൾ ഭയങ്കര ഫങ്കി ആയിട്ട് തോന്നുകൊണ്ടാണ് അവർ ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. പൈസ കൊടുത്ത് വാങ്ങി കുറച്ചു കാലം അതിനെ വളർത്തും, പിന്നെ അത് വൃത്തികേടാക്കുന്നത്, അല്ലെങ്കിൽ സ്മെല്ല്, അല്ലെങ്കിൽ അവർക്ക് സമയം ഉണ്ടാവില്ല, അവർ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതെല്ലാം കൊണ്ട് അവരെന്ത് ചെയ്യും, ഒന്നുകിൽ ഈ പറഞ്ഞ പട്ടിയെ തന്നെ എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കും, അല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് അതിനെ ശ്രദ്ധിക്കൂല, കൈകാര്യം ചെയ്യില്ല. അങ്ങനെയുള്ളൊരു ഇതാണ് ഒത്തിരി ഞാൻ കാണാറുണ്ട്. ഞാൻ തന്നെ ഒത്തിരി ഈ പട്ടികളെ, ഇങ്ങനെ ഈ ഫോറിൻ ബ്രീഡ് പട്ടികളൊക്കെ ഞാൻ കണ്ടിട്ട് ഞാൻ ഒത്തിരി റെസ്ക്യൂസിനെ വിളിച്ചറിയിച്ചിട്ടും അതേപോലെ ഞാനും ഇതിനെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ എനിക്കുണ്ട്. അപ്പോൾ നമ്മളെ മനുഷ്യന്മാരെ പോലെ വിവേകമുള്ള, അല്ലെങ്കിൽ അത്രമാത്രം കാര്യപ്രാപ്തിയുള്ള ഒരു ആനിമൽ ഒന്നുമല്ലേ തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും ബാത്റൂം പോകണമെന്നുണ്ടെങ്കിൽ നമുക്കത് പോയി കാര്യം സാധിക്കാൻ അറിയാം. ബട്ട് ഇവറ്റങ്ങൾക്കൊന്നും അങ്ങനെയല്ല. ഞാനിത് പറയാൻ കാരണം ഒത്തിരി ഈ പറഞ്ഞ മറ്റുള്ള ഫോറിൻ ബ്രീഡുകളെ പലരും ഇങ്ങനെ തെരുവിൽ ഉപേക്ഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, യാതൊരുവിധ സെൻസും ഇല്ലാതെ ഈ പറഞ്ഞ ഡയപ്പർ വേസ്റ്റ്
പൊതുമധ്യെ വലിച്ചെറിഞ്ഞു. രണ്ടാമത്തെ കാര്യം, മേ ബി ഇവർ ഫ്യൂച്ചറിൽ ഈ പറഞ്ഞ ഇതിനുള്ള ഒരു ക്രേസ് നിന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പട്ടിയെ ഒന്നെങ്കിൽ ആർക്കെങ്കിലും വിൽക്കും, അല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് കളയും, അല്ലെങ്കിൽ മര്യാദയ്ക്ക് പരിപാലിക്കൂല. ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നൊരു കാര്യമാണ്.